എടാ, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയ അമ്മയാണ്. ഒരമ്മ ആശുപത്രിയിൽ വെച്ച് തൻ്റെ മകനോട് അവരുടെ പഴയ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളും ഇങ്ങനെ ഒരു ആശുപത്രിയിലാണ് കണ്ടത്. ഒത്തിരി സ്നേഹത്തോടെ പരിചരിച്ചതുകൊണ്ട് അയാൾക്ക് എന്നോട് ഇഷ്ടം തോന്നുകയാണ്. അവൾ പറഞ്ഞു കൊടുക്കുകയാണ് കഥ. ആ സ്നേഹം പിന്നീട് പ്രണയമായി. അവർ വിവാഹം കഴിച്ചു. അനാഥാലയത്തിൽ വളർന്ന ആ പെൺകുട്ടി മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിച്ചതുകൊണ്ട് മറ്റുള്ളവരെല്ലാം വന്ന് കുറ്റപ്പെടുത്തുകയും വെറുപ്പിൻ്റെ വാക്കുകൾ അവളോട് പറയുകയൊക്കെ ചെയ്യുകയാണ്. കല്യാണം കഴിച്ച ആ ആൾ അത്ര റെസ്പോൺസിബിളൊന്നും ആയിരുന്നില്ല. ഇടയ്ക്ക് അയാളെ കാണാതാവും, കുറേ മാസങ്ങൾ കാണാതാവും. അങ്ങനെ അവൾ വളരെ വിഷമിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കുടുംബത്തിൻ്റെ കുറ്റപ്പെടുത്തൽ, ഇയാളുടെ ഇറങ്ങിപ്പോക്ക് ഒക്കെ കാരണം ഈ പെൺകുട്ടി അനുഭവിച്ച പ്രയാസം അത്ര വലുതായിരുന്നു. അങ്ങനെ അവൾ ഗർഭിണിയാവുകയാണ്. ഏറ്റവും ഒറ്റപ്പെട്ട കാലം അതായിരുന്നു. അയാളെ പിന്നീട് കാണാതാവുന്നു, കണ്ടിട്ടേയില്ല. പ്രസവിച്ച കാലം കഴിയുമ്പോൾ ഇവൾ കൂടുതൽ തളർന്നു പോവുകയാണ്. എല്ലാവരാലും ഒറ്റപ്പെട്ട അവൾ രാത്രികാലങ്ങളിൽ ആ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കരയും. ഒരിക്കൽ അവൾ തീരുമാനിക്കുകയാണ് സൂയിസൈഡ് ചെയ്യാം. ആ കുഞ്ഞും തന്നെപ്പോലെ ഓർഫനേജിൽ വളരേണ്ടി വരുമെന്നോർത്താണ് സങ്കടത്തോടെയുള്ള ആ തീരുമാനം. കുപ്പിയിൽ വിഷം വാങ്ങി ആ രാത്രി കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് കരഞ്ഞുകൊണ്ട് അവൾ വരികയാണ്. ഒരമ്മയ്ക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ കാര്യം ചെയ്യാൻ അവൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ആ അമ്മയും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ട്. ആ അമ്മ ഒരു ആശുപത്രിയിൽ വെച്ച് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് മോനോട്. എടാ, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയ ഒരമ്മയാണ്. ആ മൊമെൻ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ മകൻ ഇതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിർത്താനാവാത്ത വിധം ചിരിച്ചു. എന്നിട്ട് മകൻ ചോദിച്ചു, പിന്നെ എന്തേ എന്നെ കൊല്ലാതിരുന്നത്? അതിന് അമ്മ കൊടുത്തൊരു മറുപടിയുണ്ട്. എടാ, ഞാൻ വിഷക്കുപ്പിയുമായി നിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ നീ ഇതേപോലെ ഒടുക്കത്തെ ഒരു ചിരി ചിരിച്ചു. ഈ ചിരി കണ്ടിട്ട് എങ്ങനെയാടാ നിന്നെ കൊല്ലുക? പിന്നെ ആ ചിരി കാരണമാണ് ഞാനും നീയും ജീവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെ നിങ്ങൾ അറിയും. അഭിനയത്തിലൂടെയും നിലപാടുകളിലൂടെയും വിസ്മയം തീർക്കുന്ന പ്രകാശ് രാജാണ് ആ കുഞ്ഞ്. ചിരിക്കാനും കരയാനും മാത്രം അറിയാവുന്നൊരു കുഞ്ഞ് 2 ജീവൻ രക്ഷിച്ച കഥയാണിത്.